ബിഗ് ബോസ് സീസൺ 6 എപ്പിസോഡ് 22 ഈസ്റ്റർ സ്പെഷ്യൽ എപ്പിസോഡാണ്. അതുകൊണ്ട് തന്നെ റിവ്യൂവിനൊന്നും വലിയ സ്കോപ്പില്ല. കലാപരിപാടികൾക്കാണ് കൂടുതൽ പ്രാധാന്യം. ജിൻഡോയുടെയും ജാൻമണിയുടെയും നൃത്തമുണ്ടായിരുന്നു, ശരണ്യയുടെയും ഗബ്രിയുടെയും നൃത്തമുണ്ടായിരുന്നു, സ്കിറ്റ് ഉണ്ടായിരുന്നു. സ്കിറ്റിൽ അഭിനയിക്കേണ്ട ആളുകളെ ഇന്നലെ തന്നെ ബിഗ് ബോസ് കൺഫെഷൻ റൂമിലേക്ക് വിളിച്ച് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു ഐഡിയ ഒക്കെ കൊടുത്തിരുന്നു. സീരിയലിലൊക്കെ അഭിനയിക്കുന്ന ആളുകളാണ് കൂടുതലായിട്ടും അതിൽ പങ്കെടുത്തത്. പിന്നെ ഗബ്രിയൊക്കെ ഉണ്ടായിരുന്നു. അവർ ഹൗസിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഒരു സ്കിറ്റ് റെഡിയാക്കിയത്. ഈസ്റ്റർ സ്പെഷ്യൽ എപ്പിസോഡ് ആയതുകൊണ്ട് ഗബ്രിയുടെ ചില ഈസ്റ്റർ അനുഭവങ്ങളൊക്കെ ആദ്യം പങ്കുവെക്കുകയുണ്ടായി. ഇന്നൊരു ഫെസ്റ്റിവൽ ഡേ എപ്പിസോഡ് ആയതുകൊണ്ട് തന്നെ സങ്കടകരമായിട്ടുള്ള ഒരു സംഗതിയും ചർച്ച ചെയ്യേണ്ട എന്ന് നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു. എവിക്ഷൻ ഈ ആഴ്ച ഇല്ല, അതുകൊണ്ട് വലിയൊരു സങ്കടം അങ്ങോട്ട് മാറി കിട്ടി. അതേപോലെ ഇന്നലത്തെ ദിവസം എല്ലാം പറഞ്ഞ് അവസാനിപ്പിച്ചു. സിജോ ഇന്നലെ വന്നു. സിജോയെ അന്വേഷിക്കാത്തതിനെ കുറിച്ചിട്ട് ലാലേട്ടൻ ഇന്നലെ ചോദിച്ചു. വലിയ 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 കാര്യങ്ങൾ ഇന്നലെ സംസാരിച്ചു. ജാസ്മിനാണ് ഇന്നലെ ഏറ്റവും കൂടുതൽ പണി കിട്ടിയത്. ആ ഒരു തുമ്മുന്ന കാര്യം ഇന്നലെ ഞാൻ വീഡിയോയിൽ പറയാൻ വിട്ടുപോയതാണ്. ആ തുമ്മുന്ന വിഷ്വല് കാണിച്ചത് ശരിക്കും ജാസ്മിനെ അഫക്റ്റ് ചെയ്യും. എനിക്ക് ആ ഒരു ഗെയിമർ എന്നുള്ള ആ ഒരു പെർസ്പെക്റ്റീവ് വിട്ടിട്ട് അയ്യേ എന്നുള്ള ഒരു ഫീല് അത് കണ്ടതിന് ശേഷം വരുന്നുണ്ട്. എന്താണെന്ന് എനിക്കറിയില്ല. ചായ കുടിക്കുന്ന സമയത്തൊക്കെ ആ ഒരു വിഷ്വല് മൈൻഡിലേക്ക് വരികയാണേ. എന്നെപ്പോലെ പല ആളുകൾക്ക് അങ്ങനെ വരുന്നുണ്ടാവും അല്ലേ. അപ്പോൾ നമ്മളുടെ ഗെയിമും കാര്യങ്ങളൊക്കെ മാറി. നമ്മൾ ആഫ്റ്റർ ഓൾ വേറെ ഒരു പച്ച മനുഷ്യന്മാരാണല്ലോ. അപ്പം നമ്മൾ അയ്യോ അതെന്തൊരു മോശം പരിപാടിയായി പോയി, ആരും കാണില്ല എന്ന് വെച്ചിട്ട് അങ്ങനെയൊക്കെ കാണിക്കാവോ? അതേപോലെ എന്തുവാണ് അവർ ഹൗസിൽ വരുന്ന ബാക്കി ആൾക്കാരോട് എങ്ങനെയാണ് പെരുമാറുന്നത്? ഈ സാധനം ഇങ്ങനെ മൈൻഡിലേക്ക് വരുന്നുണ്ട്. അത് ജാസ്മിനെ നല്ല രീതിയിൽ അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ട ചില കാര്യങ്ങളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ജാസ്മിൻ ഐഡിയ ഇടുന്നുണ്ട്, താൻ പവർ ടീമിലേക്ക് പോകാം, അങ്ങനെ മാറി നിന്ന് കളിക്കാം. ഗബ്രിക്ക് അപ്പം പറ്റത്തില്ല, ഗബ്രിക്ക് അത് വലിയ താല്പര്യമില്ല. അങ്ങനെ ഒരു കാര്യം എപ്പോഴെങ്കിലും സംഭവിച്ചാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ട് കഴിഞ്ഞ ദിവസം ഒരു റിവ്യൂവിൽ ചുമ്മാ പറഞ്ഞാണ്. ഞാനിത് പ്രതീക്ഷിച്ച എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ജയിലിൽ പോയല്ലോ. അപ്പോൾ അവിടെ ഒരു കോൺവെർസേഷൻ വരുന്നു, ഗബ്രിക്ക് ഒരു ഗെയിം ഉണ്ട് എന്നുള്ള ഒരു ചിന്ത എനിക്കുണ്ട്. അതും ജാസ്മിനെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഗെയിം ഉണ്ട് എന്നുള്ള ഒരു ചിന്ത എനിക്കുണ്ട്. അത് ജാസ്മിൻ കഴിഞ്ഞ ദിവസം ഐഡന്റിഫൈ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ അത് ജാസ്മിൻ ഐഡന്റിഫൈ ചെയ്തില്ല. എന്നാൽ ഈ ഒരു സിറ്റുവേഷനിൽ ഗബ്രി ഇങ്ങനെ ഇടഞ്ഞു നിൽക്കുന്ന സമയത്ത് ജാസ്മിന് അതിലെ ഗെയിം മനസ്സിലാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ എനിക്കിപ്പോഴും ഒരു തോന്നലുണ്ട്, ഗബ്രിക്ക് ജാസ്മിനെ വെച്ചിട്ട് ഒരു ഗെയിമുണ്ട്. അത് മനസ്സിലാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ശരിക്കും ഒരു പവർ പ്ലേ അവിടെ നടക്കും. ജാസ്മിൻ ഗബ്രി അതിപ്പം ഷോയുടെയും അതേപോലെ തന്നെ റിവ്യൂവേഴ്സിന്റെയും ടോട്ടൽ കണ്ടന്റ് അവരിലാണ് നിൽക്കുന്നത്. അപ്പോൾ അവരുടെ ഗെയിമിൽ മാറ്റം വന്നു കഴിഞ്ഞാൽ നൈസ് ആയിരിക്കും. ഇന്ന് വൈൽഡ് കാർഡ് കയറും എന്ന് ഞാൻ വിചാരിച്ചിരുന്നു, പക്ഷേ വൈൽഡ് കാർഡ്സ് ഒന്നും കണ്ടില്ല. ഞാൻ അവസാനം പ്രതീക്ഷിച്ചു പവർ ടീമിലേക്ക് ആൾ വേണോ, മറ്റു ടീമിൽ ആൾ കുറവാണ് എന്നൊക്കെ പറഞ്ഞ സമയത്ത് വൈൽഡ് കാർഡ് വരും എന്നുള്ളത്. വൈൽഡ് കാർഡ് വന്നില്ല. വൈൽഡ് കാർഡ് വന്നില്ലെങ്കിൽ ഒരു സുഖമില്ലാത്ത ഒരു പരിപാടിയാണ്. ശ്രീരേഖ നല്ല രീതിയിൽ പാട്ട് പാടും എന്നുള്ളത് കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അത് ഇന്നാണ് പുള്ളിക്കാരിക്ക് ഒരു അവസരം കിട്ടിയത്. പിന്നെ ബോസമ്മ നിലയം സ്കിറ്റ്, അപ്പോൾ അതിനകത്ത് നോറ അതേപോലെ തന്നെ ജാൻമണി അങ്ങനെയുള്ള ആളുകളെ സ്പെഷ്യലി മെൻഷൻ ചെയ്തിരുന്നു. ജാസ്മിനെയൊക്കെ മെൻഷൻ ചെയ്തിരുന്നു. അതും നൈസായിരുന്നു. എല്ലാ ആളുകൾക്കും ഹൗസിൽ അവരെ ആളുകൾ എങ്ങനെ വിലയിരുത്തുന്നു എന്നറിയാൻ കിട്ടുന്ന അവസരങ്ങൾ ഇത്തിരി നെഗറ്റീവ് അടിക്കും എന്നുണ്ടെങ്കിലും ഗുണകരമാണ്. അപ്പം അങ്ങനെയാണ് ജാസ്മിനൊക്കെ ശരിക്കും പറഞ്ഞാൽ ഗെയിം മാറി കളിക്കാമെന്ന് വിചാരിച്ചത്. ജാസ്മിൻ അത്തരത്തിലുള്ള ഹിൻഡുകൾ കൂടുതൽ കൊടുത്തു എന്നുള്ളതാണ് ബാക്കിയുള്ള ആളുകളുടെ ഗെയിമിലെ ഒരു പ്രശ്നം. അത്തരം ഹിൻഡുകൾ ഇങ്ങനെ ഇല്ലാണ്ടാവുന്ന ഗെയിമേഴ്സിന് വലിയ കാര്യമായിട്ടുള്ള ഹിൻഡുകൾ കൊടുക്കാതിരിക്കുന്നത് ഒരു ഗെയിമാണ്. പക്ഷേ ജാസ്മിൻ ഗബ്രി അവർക്ക് അറിയാം അവരാണ് എല്ലാ ആൾക്കാരും ടാർഗറ്റ് ചെയ്യുന്നത്. പക്ഷേ ഗബ്രി വിചാരിക്കുന്നത് എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു സ്പേസ് കിട്ടുന്നുണ്ട്, അത് കളയണ്ട എന്നായിരിക്കും. ജാസ്മിൻ വിചാരിക്കുന്നത് തനിക്കത് നെഗറ്റീവ് ആകും എന്നുള്ളതാണ്. ഇന്നലെ ആ ഒരു ബാത്റൂമിൽ വെച്ചിട്ട് സംസാരിക്കുന്ന കാര്യത്തിനൊക്കെ ജാസ്മിൻ ഓവറായിട്ട് പോയി ചർച്ച ചെയ്യുന്നത് കണ്ടില്ലേ? ശരിക്കും അത് അനാവശ്യമാണ്. ജാസ്മിൻ ആക്ച്വലി ആ ഒരു തുമ്മൽ വീഡിയോയിൽ അങ്ങോട്ട് ഇരുന്നു പോയി. അതിനെ ഒന്ന് മാറ്റിയെടുക്കാനും അതിനെ ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയാണ് മറ്റേ ബാത്റൂം കേസിൽ വലിയ ചർച്ച കൊണ്ടുവന്നത്, അതിൽ ഇമോഷണൽ ആയത് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ മറ്റേ ബാത്റൂം കേസ് അത്ര വലിയ ചർച്ചയായിട്ട് വരേണ്ട ആവശ്യമില്ല. ഇനി ശ്രീരേഖയിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ശ്രീരേഖയുടെ മുഖത്ത് മറ്റേ മോസ്കിറ്റോ സ്പ്രേ അടിച്ച ജിൻഡോയുടെ നടപടിയെ കുറിച്ചിട്ടൊക്കെ ഇന്ന് ചോദിക്കുന്നുണ്ട്. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് ചോദിക്കുന്നത്. ഇന്നലെയും വലിയ പല കാര്യങ്ങളും ചോദിച്ചില്ല എന്നുള്ളത് ആളുകൾ വിമർശനമായിട്ട് പറഞ്ഞാണ്. ഋഷി അൻസിബ അവരുടെ ആ ഒരു സിജോ റോക്കി ഇഷ്യൂവിലുള്ള ചില നിലപാടുകൾ, നോറയുടെ നിലപാടുകൾ അതൊന്നും ചോദ്യം ചെയ്തില്ല. അവർക്ക് പകരം ജാസ്മിനെയും ഗബ്രിയെയും കൂടുതലായിട്ട് ചോദ്യം ചെയ്തത് ചില ആളുകൾ വിമർശന വിധേയമാക്കിയിട്ടുണ്ട്. അതിലൊരു കാര്യമുണ്ട്, അത് ശരിക്കും പറഞ്ഞാൽ ഞാനും പിന്നീട് ആലോചിച്ചു. കഴിഞ്ഞ തവണ ഇങ്ങനെയായിരുന്നല്ലോ, അഖിൽ മാരാർ എല്ലാ എപ്പിസോഡുകളിലും എഴുന്നേറ്റ് നിൽക്കുകയാണ്, പ്രശ്നക്കാരനായിട്ട് എഴുന്നേറ്റ് നിൽക്കുകയാണ്. ഇവിടെ ഈ രണ്ടാൾക്കാരും വെച്ചിട്ട് കണ്ടന്റ് ക്രിയേറ്റേഴ്സും അതേപോലെ തന്നെ ബിഗ് ബോസും ധാരാളം ക്ലിക്ക് ബൈറ്റ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ഇവർക്കറിയാം പ്രേക്ഷകരുടെ പൾസ് എന്താണ് എന്നുള്ളത്. അതുകൊണ്ട് ഇവരെ വിമർശിക്കാൻ വരുന്ന ഒരു അവസരമായിട്ട് പല എപ്പിസോഡുകളും വരുന്നുണ്ട്. എന്നാൽ ബാക്കി പല കാര്യങ്ങളും വിസ്മരിക്കുന്നുണ്ട്. അൻസിബയ്ക്കും ഋഷിക്കും വല്ലാത്തൊരു പരിഗണന കിട്ടുന്നുണ്ട്. അതൊക്കെ റിയൽ ആയിട്ടുള്ള ഒരു സംഗതിയാണ്. ഇന്ന് മനോഹരമായിട്ടുള്ള ഒരു കൊച്ചു ഗെയിം ഉണ്ടായിരുന്നു, പണിഷ്മെന്റ് കൊടുക്കൽ. അപ്പോൾ അതിനകത്ത് ആരെയാണോ നമുക്ക് കിട്ടുന്നത് അവർക്കൊരു പണിഷ്മെന്റ് പേപ്പറിൽ പറഞ്ഞിരിക്കുന്നത് പോലെ കൊടുക്കാം. അപ്പോൾ ജാസ്മിന് നോറയാണ് കിട്ടിയത്. നോറ ചിരിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ
ജാസ്മിന് മറുപടിയായിട്ട് നൽകണം. അപ്പോൾ ജാസ്മിൻ മറ്റേ പേഴ്സണൽ ഗ്രഡ്ജിൻ്റെ കാര്യമൊക്കെ ചോദിക്കുന്നുണ്ട്. നോറയ്ക്ക് ഭയങ്കരമായിട്ട് അത് പൊളിയുന്നുണ്ട്. നോറ ഇമോഷണലി വീക്കാണ് എന്ന് പറഞ്ഞത് ഇപ്പോഴും ഓർത്ത് വെച്ച് എല്ലാ ദിവസവും ഒരു 5 തവണയെങ്കിലും നോറ പറയാറുണ്ട്. അത് ഇന്ന് ആ ഡാഷ് എന്നൊക്കെ പറഞ്ഞിട്ട് റസ്മിനോട് പറയുന്നതും കിട്ടും. നോറയുടെ ഗെയിം ഭയങ്കരമായിട്ട് തളർത്തുന്ന ഒരു സംഗതിയാണ് ഒരു പേഴ്സണൽ ഗ്രഡ്ജ് എന്ന് പറയുന്നത്. നോറയ്ക്കെതിരെ ജിൻഡോയ്ക്ക് ഒരു പേഴ്സണൽ ഗ്രഡ്ജ് ഉണ്ട് എന്ന് നോറ പറയുന്നതിനോടൊപ്പം നോറ ഈ ഗ്രഡ്ജുമായിട്ട് മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. അത് ഒരു നെഗറ്റീവാണ്. ഗബ്രി ജിൻഡോയ്ക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കാൻ പറ്റുന്ന, വഴക്കുകൾ ഉണ്ടാക്കാൻ പറ്റുന്ന അവസരങ്ങൾ ഉപയോഗിക്കാറുണ്ട്. ഇന്നലെ ജിൻഡോ മറ്റേ മോശമായിട്ടുള്ള രീതിയിൽ ബാത്റൂമിലെ കേസും ഡ്രസ്സിംഗ് റൂമിലെ കേസും ഒക്കെ എടുത്തിടാൻ ശ്രമിക്കുന്നുണ്ട്. ഗബ്രി ആകെ മൊത്തത്തിലൊന്ന് ഒഫൻഡഡ് ആയി. ഗബ്രി ആ ഒരു സമയത്ത് ഋഷിയെ കൂട്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഗബ്രി ഇന്ന് ജിൻഡോയുടെ പേര് കിട്ടിയ സമയത്ത് ജിൻഡോയോട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ജിൻഡോയ്ക്ക് കിട്ടിയ ഒരു ശിക്ഷ തർക്കുത്തരം പറയുക എന്നുള്ളതാണ്. വടി കൊടുത്ത് അടി വാങ്ങിയതുപോലെയാണ് ഗബ്രി ജിൻഡോയോട് ചില കാര്യങ്ങളൊക്കെ ചോദിച്ചതും ജിൻഡോ മറുപടി കൊടുത്തതും. പിന്നെ ജിൻഡോ ആൻഡ് അപ്സര പഴഞ്ചൊല്ലിൽ കൂടെ മറുപടി കൊടുക്കുന്ന ഒരു ചെറിയ പരിപാടി രസകരമായിരുന്നു. ശരണ്യക്ക് കിട്ടിയത് ജാസ്മിനെയാണ്. മറ്റൊരാളെ ഇമിറ്റേറ്റ് ചെയ്തിട്ട് മറുപടി കൊടുക്കുക എന്നുള്ളതാണ്. അത് ജാസ്മിൻ ജാൻമണിയെ വെച്ചിട്ട് ഭംഗിയായിട്ട് തന്നെ ചെയ്തു. ശ്രീരേഖയുടെ ശിക്ഷ എന്ന് പറയുന്നത് അൻസിബയ്ക്ക് ഒരു ദിവസത്തേന് വേണ്ടി ഒരു ഇരട്ടപ്പേര് കണ്ടെത്തുക എന്നുള്ളതായിരുന്നു. അപ്പം കുട്ടുമണി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഇരട്ടപ്പേരൊക്കെ ഇട്ട് അയ്യോ ആ പരിപാടി സേഫ് ആയിട്ട് അവസാനിപ്പിച്ചു. പിന്നെ ഒരു ബിസ്ക്കറ്റ് ചലഞ്ച്, മറ്റേ നമ്മൾ റീൽസിലൊക്കെ കാണുന്ന കൂട്ട് ബിസ്ക്കറ്റ് ചലഞ്ച് ഉണ്ടല്ലോ. ബിസ്ക്കറ്റ് പോകുന്നു, ഏതെങ്കിലുമൊക്കെ സോസുകളിൽ വീഴുന്നു, അതെടുത്ത് കഴിക്കുക, അങ്ങനെയുള്ളൊരു ചലഞ്ച്. അതിൽ നമ്മുടെ നോറയുടെയൊക്കെ ടീം വിജയിക്കുന്നു. പിന്നെ ആളുകൾക്ക് സ്വയം വിലയിരുത്താൻ പറ്റുന്ന ഒരു അവസരം ഉണ്ടായിരുന്നു. ഹൗസിലെ അദൃശ്യർ ആരാണ്? അപ്പോൾ ഗബ്രിയോടാണ് ആദ്യം ചോദിക്കുന്നത്. ഗബ്രി പറയുന്നത് ശ്രീതു, ശരണ്യ, അൻസിബ. അപ്പം ശരണ്യ അവിടെ എക്സ്പ്ലനേഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവരെല്ലാം പറയുന്ന ഒരു കാര്യമുണ്ട്, ശ്രീതു അടക്കം പറയുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങളിങ്ങനെ ഒച്ചയെടുക്കാനായിട്ടോ ഫൈറ്റ് ചെയ്യാനായിട്ടോ വന്ന ആൾക്കാരല്ല, ഇതല്ല ഞങ്ങളുടെ ഗെയിം, വേറൊരു ഗെയിമാണ് അവർ ആഗ്രഹിക്കുന്നത്. പക്ഷേ അവരുടെ ആ ഒരു ഗെയിമിന് ഇവിടെ സ്കോപ്പില്ല. അപ്പോൾ ഇവിടെ സ്കോപ്പില്ലെങ്കിൽ അവർ മറ്റൊരു ഗെയിമാണ് അവിടെ എടുക്കേണ്ടത്. അപ്പോൾ അവരുടെ ആ ഒരു എക്സ്പ്ലനേഷൻ ഭയങ്കര റിപ്പിറ്റേഷൻ എനിക്ക് അടിച്ചു. ഋഷി ശ്രീധുവിനെയും ശരണ്യയും സെയിം കാരണങ്ങൾ കൊണ്ട് തന്നെ എടുത്ത് പറയുന്നുണ്ട്. ശ്രീരേഖ പറയുന്ന അൻസിബയാണ്. അൻസിബ കഴിഞ്ഞ ദിവസം ഒരു ഇഷ്യൂ എടുത്ത് പറഞ്ഞിരുന്നു. ശ്രീരേഖ മുറിയിൽ വന്നിട്ട് വിളിച്ചെഴുന്നേപ്പിച്ചു, അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതൊരു ഗെയിമാണ് എന്നുള്ളതാണ് ശ്രീരേഖ പറയുന്നത്. അപ്പോൾ ആ ഒരു ഗെയിം മനസ്സിലാക്കാത്തതുകൊണ്ട് അൻസിബ അദൃശ്യമായിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളെന്ന് പറയുന്നു. അതേപോലെ ജാൻമണി കരഞ്ഞുകൊണ്ട് മുറിയിലേക്ക് പോയ സമയത്ത് ശ്രീരേഖ റൂമിൽ കയറിയില്ല, അപ്പോൾ ഇറക്കി വിട്ടായിരുന്നു അൻസിബ. അതിലൊന്നും പ്രത്യേകിച്ച് ന്യായമൊന്നുമില്ല. കാരണം അൻസിബ ക്യാപ്റ്റനാണ്. അവിടെ ഒരു മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടേക്ക് പോകൂ, ഞാൻ നോക്കിക്കോളാം എന്നുള്ളതാണ് പറഞ്ഞത്. പക്ഷേ ശ്രീരേഖയ്ക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അൻസിബയെ നൈസായിട്ട് ഈ ഒരു ഇതിനകത്ത് പെടുത്തുന്നുണ്ട്. ജാസ്മിൻ വളരെ ഫെയർ ആയിട്ട് ചെയ്തു എന്നുള്ളതാണ് ആളുകളുടെ കൈയിടയിൽ നിന്ന് മനസ്സിലായത്. യമുന പിന്നെ അർജുൻ കുറേയൊക്കെ മാറി. അതേപോലെ തന്നെ ഋഷിയും ഒന്ന് ഓക്കെ ആയിട്ട് വരുന്നുണ്ട് എന്ന് ജാസ്മിൻ പറയുന്നു. നോറ പറയുന്നത് ഗബ്രി ആൻഡ് ജാസ്മിനെയാണ്. അതിന്റെ കാരണങ്ങൾ നമുക്ക് ഊഹിക്കാവുന്നുള്ളൂ, ഞാനത് പറയുന്നില്ല. അപ്സര പറയുന്നത് ജാസ്മിൻ, ശരണ്യ, ഋഷിയാണ്. റസ്മിൻ പറയുന്നത് അർജുൻ, ഋഷി, ശരണ്യ, ശ്രീതു, ജാസ്മിൻ. അപ്പം ജാസ്മിൻ കുറച്ച് ചേഞ്ച് ആയിട്ടുണ്ട്, അർജുൻ കുറച്ച് ബെറ്റർ ആയിട്ടുണ്ട്, ഋഷി കുറച്ചും കൂടെ വരണം എന്നൊക്കെ ഉള്ളതാണ് റസ്മിന്റെ ഒരു സൈഡ്. ജാൻമണി ശരണ്യ ആൻഡ് ശ്രീധുവിനെ തന്നെയാണ് പറയുന്നത്. പിന്നെ പവർ ഗ്രൂപ്പിലേക്ക് പുതിയൊരു ആളെ വേണം. കാരണം പവർ ഗ്രൂപ്പിൽ ഈ രണ്ടാൾക്കാരെ വെച്ചിട്ട് നടക്കത്തില്ല എന്നുള്ളത് ബിഗ് ബോസിന് മനസ്സിലായി. റസ്മിൻ പറയുന്നുണ്ട് പവർ ഗ്രൂപ്പിലേക്ക് ഒരാൾ വേണം. എന്നാൽ ജിൻഡോ സമ്മതിക്കുന്നില്ല. ജിൻഡോയ്ക്ക് അറിയാം പവർ ഗ്രൂപ്പിലേക്ക് ഒരാൾ വന്നു കഴിഞ്ഞാൽ താൻ മാറി നിൽക്കേണ്ട വരും. കാരണം ലോജിക്കലായിട്ട് സംസാരിക്കുന്ന ഒരാൾ വന്നു കഴിഞ്ഞാൽ റസ്മിൻ സ്വാഭാവികമായിട്ടും അങ്ങടേക്ക് എടുക്കാൻ സാധ്യതയുണ്ട്. പിന്നെ മറ്റൊരു ഹീറോയെ ജിൻഡോയ്ക്ക് തീരെ താല്പര്യമില്ല. അതുകൊണ്ട് ആരെ പവർ ഗ്രൂപ്പിലേക്ക് വേണമെന്നുള്ള ചോദ്യത്തിന് എല്ലാ ഗ്രൂപ്പിൽ നിന്ന് സെലക്ട് ചെയ്തിട്ടുള്ള 3 ആൾക്കാരെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഒരാൾ എടുത്താൽ മതി. അപ്പോൾ അവിടെ വന്ന ആൾക്കാർ അർജുൻ, ശരണ്യ, യമുനയാണ്. റസ്മിന് മറുത്തൊന്നും ചിന്തിക്കേണ്ടതില്ല. അർജുനെ എടുക്കാനായിട്ടാണ് താല്പര്യം. സ്ട്രേറ്റ് ഫോർവേഡ് ആണ്, ജെന്യുവൻ ആണ്, കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് ചെയ്തോളും എന്ന വിശ്വാസമുണ്ട്. ജിൻഡോയ്ക്ക് അത് വലിയ താല്പര്യമില്ല. കാരണം അർജുൻ വന്നു കഴിഞ്ഞാൽ നമ്മളാണെങ്കിലും പ്രതീക്ഷിക്കുന്നത് അർജുൻ്റെ ഒരു ഗെയിം കാണാനായിട്ടാണ്. പക്ഷേ ജിൻഡോ അവസാനം അർജുനെ തന്നെ സമ്മതിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒറ്റയ്ക്കായ ഋഷിയുടെ ഗ്രൂപ്പിലേക്ക് അൻസിബ വരുന്നു. ചേരേണ്ട ആൾക്കാരൊക്കെ ചേർന്നു. ഗ്രൂപ്പിൽ നിന്ന് ആര് പോകുമെന്നുള്ള ഒരു ഡിസ്കഷനിൽ നമ്മുടെ ടണൽ ടീമിന്റെ ഭാഗത്ത് നിന്ന് ജാസ്മിൻ പോകാം, ഞാൻ ഗബ്രിയുടെ കൂടെ നിൽക്കേണ്ട, എല്ലാ ആൾക്കാരും പരാതിയല്ലേ എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. പക്ഷേ ഗബ്രിക്ക് ജാസ്മിൻ പോകണമെന്ന് വലിയ താല്പര്യമില്ല, അത് തുറന്ന് പറയുന്നുണ്ട്. അപ്പോൾ താൻ ഇങ്ങനെ പോകുമെന്ന് ജാസ്മിൻ പറഞ്ഞത് ഗബ്രിയെ പിണക്കത്തിലാഴ്ത്തി. അപ്പോൾ അവസാനം നമ്മൾ കാണുന്നത് പിണങ്ങി ഭക്ഷണം കഴിക്കാതെ ഈസ്റ്റർ ദിനത്തിൽ ഉറങ്ങിക്കിടക്കുന്ന ഗബ്രിയാണ്, ഉറങ്ങാൻ കിടക്കുന്ന ഗബ്രിയാണ്. പക്ഷേ ഈസ്റ്റർ ആണെങ്കിലും ഗബ്രി ആണെങ്കിലും ഉയർത്തെഴുന്നേറ്റ് യേശു ആണെങ്കിലും ഭക്ഷണം തന്നെ മുഖ്യം ബിഗിലേ എന്ന് പറഞ്ഞിട്ട് ജാസ്മിൻ ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നു. നല്ല ഫുഡ് ഉണ്ടായിരുന്നു. ആ ഒരു ഫുഡിൻ്റെ മുന്നിലൊന്നും ഒരു ഫ്രണ്ട്ഷിപ്പും ഒരു ബോണ്ടും നിലനിൽക്കത്തില്ല. ജാസ്മിൻ അധികം കഴിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ പുറത്ത് ഭക്ഷണം ഇരിക്കുന്നുണ്ടപ്പം ജെന്യുവൻ പ്ലെയർ ആണല്ലോ, പച്ച മനുഷ്യയാണല്ലോ. അതുകൊണ്ട് ജാസ്മിൻ ഒന്ന് ഫുഡ് അടിച്ച് മാതൃകയായി. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ നടന്ന സംഭവങ്ങൾ. നാളെ ഈ ജാസ്മിൻ ആൻഡ് ഗബ്രിയുടെ ഒരു ഗെയിമിനെ കുറിച്ചിട്ട് ഇന്നലെ പറയാത്ത ചില കാര്യങ്ങളും നമ്മൾ ഗെയിമിനെ ഗെയിമായിട്ട് നോക്കി കാണുമ്പോൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളും കൂടെ പറയുന്നതായിരിക്കും. അപ്പോൾ കൂടുതൽ വ്യക്തമാക്കാമെന്ന് വിചാരിക്കുന്നു. നന്ദി.